ഒരജീബായ വളരെ ഉപകാരപ്രദമായ ഒരു കിതാബുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 5 കാര്യം കൊടുത്ത്, അത് മറ്റുള്ള അമ്പിയാക്കൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഹരീരി മൗലൂദിൽ ഓതാറുണ്ട്. ഹംസൻ ലം യുഅതന്ന അഹദൻ ഖബല, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടില്ലാത്ത 5 കാര്യം. അക്കൂട്ടത്തിൽ എന്താക്കി? വഅതീദു ജവാമി അൽ കലിമി, ചെറിയ വാക്കായിരിക്കും പറയുക, കേൾക്കാനും അറിയാനും എളുപ്പം, എഴുതാനൊക്കെ എളുപ്പമുള്ള ചെറിയ ഒരു കഷ്ണം കലാം. പക്ഷേ അർത്ഥവ്യാപ്തി നോക്കിയാൽ മാസങ്ങളോളമോ അല്ലെങ്കിൽ മുജല്ലദാത്തുകളെ വിശദീകരിക്കേണ്ട അർത്ഥം ഉണ്ടാവും അതിൽ. ഉദാഹരണത്തിന് ഗസാലി ഇമാം പറഞ്ഞു, മൻ സമത നജ, എത്ര അക്ഷരം ഉണ്ട് അതിൽ? മൻ 2, സമത 2 3 5 7, നജ 7, മൻ സമത 5, നജ 8 ഹർഫടങ്ങുന്ന മൻ സമത നജാക്ക് ഗസാലി ഇമാം വ്യാഖ്യാനിച്ച ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാവടക്കിയാൽ രക്ഷപ്പെട്ടു എന്നാണ് വാക്കിൻ്റെ ഒട്ടാകെ അർത്ഥമുള്ളൂ. ഗസാലി ഇമാം എഴുതാൻ കിട്ടിയപ്പോൾ എന്താ, ഒരു കിതാബ് സ്വന്തം ഉണ്ടാക്കി. അപ്പം എന്തായിരിക്കും? അതാണ് ജവാമിഉൽ കലിം. ഈ ജവാമിഉൽ കലിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ വസിയ്യത്തുകളാണ് നമുക്ക് കുറച്ച് കേൾക്കാനുള്ളത്. അതിനിടക്ക് ബാബിനടുത്തും നമ്മൾ ഇസ്തിഖാറത്തും ചെയ്തിട്ട് എന്താക്കാന്ന് മർച്ചപ്പം തന്നെ കിട്ടിയതായിരുന്നു. പിന്നെ അതന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് അന്ന് ഇതിൽ പേജ് 67. എന്താണ് അതിൻ്റെ തുടക്കം? വഖദ് ജമഅ ഉലമാഉ സലഫി റളിയല്ലാഹു അൻഹും അദ്ദവാവീനൽ ജാമിഅത ലിബഅദി ജവാമിഇ കലിമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജവാമിഉൽ കലീം അതിൻ്റെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മുൻകഴിഞ്ഞ സലഫ് സാലിഹ്യങ്ങളായ ഇമാമിങ്ങൾ റളിയല്ലാഹു അൻഹും വലിയ വോള്യങ്ങളുള്ള കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വനഹ്നു നദ്കുറു മിൻഹ 40 ഹദീസൻ, അതിൽ 40 എണ്ണം മാത്രമേ നമ്മുടെ പറയുന്നുള്ളൂ. ഈ 40 പരിമിതമാണ് എന്ന് വിചാരിക്കണ്ട. നമ്മൾ മറ്റേ ഇതോതിയില്ലേ, അതുണ്ട് മിസ്ബാഹുൽ അലാം. ലഅല്ലല്ലാഹ തആല യക്തുബു ലനാ അജ്റ മാ വറദ ഫിൽ ഹദീസ്. എന്തിനാണ് നമ്മൾ ആഗ്രഹം? ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു പ്രതിഫലം. എന്തിനാ? ഈ 40 എണ്ണത്തിന് വേണ്ടിയിട്ട്. ആ പ്രതിഫലത്തിന് നമ്മൾ അർഹമാകും എന്നുള്ള ആഗ്രഹത്തിലാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്നതും എന്ന് പറയാം. റവാഹു ഇബ്നു നജ്ജാർ അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസൻ മിൻ സുന്നത്തി അദ്ഖൽതുഹു യൗമൽ ഖിയാമത്തി ഫീ ശഫാഅതി എന്ന. എന്താണ്? ഒരാൾ 40 ഹദീസ് ഹഫിളാൻ്റെ അർത്ഥം പറയാം, മനപ്പാടമാക്കി. എന്നാൽ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അല കിട്ടിട്ട് പറഞ്ഞാൽ എന്താന്ന്? ഉമ്മത്തിൻ്റെ മേൽ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ചോദിക്കും, ഇവനിക്ക് വേണ്ടേന്ന്? ഇവൻ ഉമ്മത്തിൽപ്പെട്ട ആൾ തന്നെയല്ലേ. അപ്പോൾ അവനും മറ്റുള്ള ഇഖ്വാനിയങ്ങൾക്കും അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ലക്ഷ്യം വെച്ച് കൊണ്ടിട്ട് 40 ഹദീസ് മനപ്പാടമാക്കി വെക്കാം. അന്നും ചോദിക്കും, എല്ലാവർക്കും മനപ്പാടം കാണാപ്പാടം കിട്ടുമെന്ന്. അതിനെന്താ പറയുന്നത്? ഹിഫ്ള് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാതെ കണ്ട് കാത്തു സൂക്ഷിക്കാന്നേ അർത്ഥമുള്ളൂ. അതിനെന്തെല്ലാം ഉണ്ട്? ഹിഫ്ളു സദ്റുണ്ട്, മനസ്സിൽ കാണാപ്പാടാക്കി വെക്കൽ. മനസ്സിൽ അത്രത്തോളം കിട്ടൂല, അതുമാത്രം ഓർമ്മശക്തി ഇല്ല എന്ന് വന്നാൽ എന്താക്കും? ഒരു കള്ളാസിൽ എഴുതി വെക്കും. നീ പെരക്ക് അവിടെ പോയിട്ട് ഇന്ന സാധനം വാങ്ങണം ലിസ്റ്റ് എഴുതി കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ മനപ്പാടം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ കള്ളാസിൽ എഴുതിയിട്ട് എന്താക്കും? ഇന്നത് എന്നിട്ട് അതൊരു ഹിഫ്ളാണ്. ഇനി കടലാസിലെഴുതുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ആലാത്തിലെഴുതി വെച്ചാലും മതി. ചുരുക്കത്തിൽ അത് വിട്ടുപോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ അത് സ്റ്റോക്ക് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന പണിക്കെല്ലാം മൻ ഹഫിള എന്ന് പറഞ്ഞു. ഇതെന്ത് വേണം? നമ്മൾ ഉൾപ്പെടെയുള്ള ഉമ്മത്തിന് ഏതൊരവസരത്തിലും ഓർമ്മിപ്പിക്കാൻ പറ്റുന്നതും ആവണം. ഇതെല്ലാം ഹിഫ്ളാണ്. മൻ ഹഫിള ഇതെല്ലാം പെട്ട് അതിന് പുതിയ മെത്തേഡുണ്ട്. എന്നാൽ എന്താക്കും?
അദ്ഖൽതു യൗമൽ ഖിയാമത്തി ഫി ശഫാഅത്തി, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്തിൽ അവനെ ഒരുമിച്ച് കൂട്ടും, ഞാൻ പ്രവേശിപ്പിക്കുമെന്നാണ് വാഗ്ദാനം. ഇനി വഫീ റിവായത്തി ഇബ്നു അദിയ്യൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹഫിദ അലാ ഉമ്മത്തി 40 ഹദീസൻ മിന സുന്നത്തി കുൻതു ലഹു ഷഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ. ഈ 2 ഹദീസും കൂടെ കൂട്ടി വായിച്ചാൽ എന്തായി? അവനെ സ്വർഗത്തിൽ കയറ്റും എന്ന് മാത്രമല്ല, ഞാൻ അവന് ശഫാഅത്ത് ചെയ്യുന്നവനാകും, അവൻ്റെ കാര്യങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്നവനായി തീരും ഞാനെന്നവർ. ഈ മഹത്വം നമ്മക്കും കരസ്ഥമാക്കണം, കേൾക്കുന്നാക്കും കരസ്ഥമാക്കണം. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൽ എത്തിച്ചേരട്ടെ. ആമീൻ. എന്താ പറയുന്നത്? ഈ ഹദീസിനെ പറ്റി ഒരു വിലയിരുത്തൽ എന്താ? പലരും പറഞ്ഞു പോലും ഈ ഹദീസ് അത്ര പ്രബലമായ ഹദീസല്ല. ഈ പറഞ്ഞ ഹദീസ്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, റുവിയ അൻ അലിയിൻ വ ഉമറ വ അനസിൻ വബിന് അബ്ബാസിൻ വബിന് മസ്ഊദിൻ വ മുആദിൻ വ അബി ഉമാമത്ത അബിദ്ദർദ അബൂ സഈദ് ഇത്രയും സഹാബികൾ എന്താക്കി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു നൂലിങ് എടുത്താൽ ഈ നൂല് ലൈഫാണ്, പൊട്ടി അല്ലേ? ഇത് പിരിച്ചിട്ട് എന്താക്കുക, 5-10 കൂട്ടിക്കഴിഞ്ഞാൽ നല്ല കമ്പക്കാരെ പിന്നെ വലിച്ച പൊട്ടൂല. അപ്പം വിവിധങ്ങളായ തരീഖിൽ കൂടി വരുന്ന ഹദീസുകൾ ഒരേ അർത്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്താക്കും, ആ വന്ന തരീഖിൻ്റെ ബലഹീനത പോയി. ചേരിക്കണ്ടി ഓരോന്നിടത്ത് ഒന്നും ഉണ്ടാവില്ല. പിരിച്ച് കൂട്ടി കമ്പക്കാരാക്കിയാൽ ഇപ്പോൾ എന്താക്കും, എത്ര ലോഡ് വറകെല്ലാം പിടിച്ച് കെട്ടിക്കൊണ്ട് പോകുന്നില്ലേ? അപ്പോൾ ആ ഹദീസിനെ പറ്റിയുള്ള പരാതി അവിടെ തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ 40 ഹദീസൻ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലുള്ള ഹദീസ്? ഞാൻ ഉപ്പാനോട് ചോദിച്ചാൽ പറഞ്ഞാൽ എന്താന്ന്? ഉളൂനെ പറ്റി പറയാം, ഈമാൻ കാര്യത്തിനെ പറ്റി പറയാം, ഇൽമിൻ്റെത് പറയാം, തസ്ബീഹിനെ പറ്റി പറയാം, നിസ്കരിതനെ പറ്റി. ചുരുക്കത്തിൽ ദീൻ കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും മിഷ്കാത്തോ റിയാദുസ് സാലിഹീൻ നോക്കുമ്പോൾ നമുക്കെന്താക്കും, വളരെ ഉപകാരപ്രദമായ കുറേ ഹദീസുകൾ കിട്ടും. അതൊക്കെ റിക്കാർഡാക്കിയിട്ട് കിതാബ് ഉണ്ടാക്കി തന്നെ 40 അർബഈനിയാത്ത്. ഈമാൻ കാര്യത്തിൽ അർബഈനിയാത്ത്, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ 40, സുബ്ഹാനല്ലാഹിൻ്റെ മഹത്വം 40, ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ 40. ഒരു 2000 ഹദീസ് ഉണ്ടെങ്കിൽ 40 വെച്ചിട്ട് 50 കിതാബ് ഉണ്ടായിക്കൂടെ? ഹജ്ജിൻ്റെ വിഷയത്തിൽ 40. ഈ നിയത്തും വെച്ചിട്ടാക്കലല്ല, എഴുതി ഉണ്ടാക്കൽ. നമ്മൾ സുഡാനിൽ പോയപ്പോൾ ചെറിയ 10-12 വയസ്സുള്ള മുസന്നിഫീങ്ങളുണ്ട്. എന്നിട്ട് അത് മ്യൂസിയത്തിൽ കാണിക്കുന്നു, ഇന്ന കുട്ടി എഴുതി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കുട്ടിനോട് ചോദിക്കുന്നത് എങ്ങനെയൊക്കെ ഇൽമ്? അതാ ഉസ്താദന്മാർ പ്രേരിപ്പിക്കും, നീയൊരു കേട്ട വിഷയം അല്ലെങ്കിൽ നീക്ക് വായിക്കുമ്പം മറ്റത് അത് എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചരിത്രങ്ങളോ കഥകളോ എന്താക്കണം, അപ്പോൾ ഒരു ബുക്കിൽ എഴുതിയിട്ട് റിക്കാർഡാക്കുക. വിവിധങ്ങളായ വിഷയമായിരിക്കും, ചിലപ്പോൾ പരസ്പര ബന്ധമൊന്നും ഉണ്ടാവില്ല പലതും. പിന്നെ ഇവിടെ പാറ്റിപ്പറക്കി ശരിയാക്കാം. ഈ പിരിവെടുക്കുന്ന നോട്ട് പോലെ 500 ഉണ്ടാവും, 200 ഉണ്ടാവും, 300 ഉണ്ടാവും, 10 ഉണ്ടാവും, കോയിൻസ് ഉണ്ടാവും. വയ്യ എന്താക്കാൻ വേണ്ടിയിട്ട് 500 വേറെ റബ്ബർ ഇട്ട് കിട്ടി, 200 വേറെ ഇത്ര. ഇങ്ങനെ കുട്ടികളെ അവതരിപ്പിച്ചത് അവിടെ മ്യൂസിയത്തിൽ പോയപ്പോൾ കാണിക്കുന്നുണ്ട് 10 വയസ്സുള്ള 12 വയസ്സുള്ള പുള്ളിയുടെ എഴുതിയ കിതാബുകൾ. നമ്മൾ എന്താക്കും, കേട്ടങ്ങട്ട് മതിയാക്കി. അലാ ഉമ്മത്തി എന്ന വാക്യത്തിൻ്റെ സൂചനയുണ്ട്, ഏതെങ്കിലും സാഹചര്യം കിട്ടിയാൽ ഞങ്ങളുടെ അവതരിപ്പിക്കണമെന്നാണ്. കാരണം ഉമ്മത്തിൻ്റെ കൊടുക്കാനുള്ള ഹക്കാണെന്നാണ് പറഞ്ഞത്. ഇപ്പം പറയാം, റമദാൻ മാസം ഇന്നൊരാൾ ഒരു ഫക്കീർ നമ്മളെടുത്ത് വരും, അയാൾക്ക് ഒരു 1000 റുപ്യ കൊടുക്കുമെന്ന് നമ്മൾ എന്താക്കും, അവിടെ പാക്കറ്റാട് ഇട്ട് അലാ ഉമ്മത്തി അലാ ഹാദൽ ഫക്കീർ. ആ ഫക്കീറിന് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വക്കൽ. ഇതുപോലെ ഉമ്മത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്താക്കണം, അവസരോചിതമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റിക്കാർഡാക്കണം. അത് കൊടുക്കുകയും വേണം. അത് അലാ ഉമ്മത്തിൻ്റെ മഹത്വത്തെ കൽമത്തിലുള്ളത്. അതും ജമാമയിൽ കലിമും. അത് നമുക്ക് ഏതാണോ ഈ കാലത്ത് ഉപകാരപ്രദമാകുന്നത് അത് തന്നെ. ഞാനിപ്പം പഠിക്കുക, ഇക്കാലത്ത് സലാമാന്നെല്ലാം കുളത്തിൽ കല്ലിട്ട് അണക്കാൻ കഴിയുന്നു. ഇതാ സലാം പോലും, സലാം അലൈക്കും, സലാം മടക്കി പോലും. ഞാൻ മടക്കിയില്ല, ഞാൻ അലൈക്കും വസ്സലാം എന്ന് പറഞ്ഞല്ല. അതുപോലെ ജമാഅത്ത് നിൽക്കുന്നതിന് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന്, രണ്ടാളുടെ ഇടയിൽ ശൈത്താൻ കയറിയിട്ട് എടുത്തും വലത്തും നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുമെന്ന് പറഞ്ഞു.
നിങ്ങളെ കണ്ണാൻ തങ്ങൾക്കുള്ളത്. വേലിക്കെട്ടിൻ്റെ ഇടയിലേക്കൂടെ ശൈത്താൻ തിരികെ തിരികെ കയറുന്ന കാണുന്നത് പോലെ നിങ്ങളുടെ അടുത്തും പെടുത്തും ശൈത്താൻ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ശൈത്താൻ്റെ അകമ്പടിയോട് ഇവിടെ ഒരു ശൈത്താൻ ഇവിടെ ശൈത്താൻ നിന്നാൽ എടുത്താലായി ശൈത്താൻ്റെ അകമ്പടിയോടുള്ള ഇവനെ രക്ഷിക്കാൻ പറ്റുമോ? അതാണ് സൊദ്ദുൽ ഹലാൽ. ഇമാമ് കേട്ട് പറയുന്നത് ഇപ്പം തന്നെ. ഇപ്പം സൊദ്ദുൽ ഹലാൽ വിടവെല്ലാം നികന്നു. അപ്പം ഈ കാലത്ത് അനിവാര്യമായ കുറേ ഹദീസുകൾ ഇതൊക്കെ കേട്ടാക്കി ശ്രമിച്ചാൽ മതി. അതൊന്ന് കേട്ടോന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന വിഷയമൊന്നുമില്ല. ദീനിൽ അനിവാര്യമായ എന്തോ കാര്യമാട്ടെ, അത് 40 എണ്ണം അല്ലോ. ഇനി ആരെങ്കിലും ലൈഫാണെന്ന് പറഞ്ഞാൽ തന്നെ ലൈഫില്ല, അത് പോയി. ഇതെന്തുണ്ട്? ലൈഫാണെന്ന് വെച്ചാൽ തന്നെയും വാദമുഖത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഒന്ന് ഏത്തിക്കാദിന് വേണ്ടിയാണ് ഇതിൻ്റെ തെളിവെടുക്കൽ. മറ്റൊന്നോ മറ്റുള്ള ആളെ ഹക്കിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഖാദിമാരുടെയും കോടതിൻ്റെ നിയമങ്ങളാണ് ഉണ്ടാകൽ. ആയമാൽ അത് 3. ആയമാൽ ഏത്തിക്കാദ് പിന്നെതാ ഖലാദ്. ഏത്തിക്കാദാണെങ്കിൽ നമുക്ക് തഹക്കീക്കുള്ളതേ പറ്റുള്ളൂ. കാരണം അത് വിശ്വാസം അതിൻ്റെ ഇതാണ്. ഊഹാപോഹം ഇന്ന് നടക്കുന്നുണ്ടല്ലോ ഏത്തിക്കാദാത്തുണ്ട്. അതിനൊന്നും ഒരു പിമ്പലുമില്ല. ചിലന്തി വലയാന്ന് കിട്ടുന്നത്. ഖലായിനാകുമ്പോൾ വേറൊരാളെ ഹക്കുള്ളത് കൊണ്ട് എന്താക്കണം? വളരെ സൂക്ഷ്മത വേണം. ആയമാലിലോ എന്തേ വേണ്ടു? തന്നെ വേണ്ടു. അപ്പോൾ ഫളായിലുള്ള അതാണ് ഫഇന്നൽ ജുംഹൂറ അല അന്നൽ ലഈഫ യുഅമല ബിഹി ഫീ ഫളായിലുൽ അഅമാൽ. ഫിഖ് മുഴുവൻ തന്നെയല്ലേ? ഫിഖഹിയാത്ത് കംപ്ലീറ്റ് തന്നെ. യക്കീനുള്ള എവിടെയുള്ള ജമ്മുൽ ജാമിൽ എന്താ പറഞ്ഞു? ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമുൻ ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തിൽ മുഖ്തസബ ബിൻ അദില്ലത്തി തഫ്സീലിയ. ഖുർആൻ ആയത്ത് ഇജ്മാ ഖിയാസിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അഹ്കാമുകളെ കൊണ്ടുള്ള ഇൽമ് എന്നാണ്. അപ്പം തന്നെ ഉപരിഷ്കാരാക്കി അവിടെ ലന്നേലേ കിട്ടുന്നുള്ളൂ, ഇൽമ് കിട്ടുന്നില്ലല്ലോ. എന്നാൽ മനത് ബഹുമാനപ്പെട്ട മുജ്തഹിദീങ്ങളുടെ ലന്ന് എന്നുള്ളത് നമുക്ക് യക്കീനാണ്. അതിൻ്റെ പവറിലാണ്. കാരണം അവരുടെ അഹ്വാലും കൂടെ കൂട്ടിപ്പിടിക്കണം. അപ്പോൾ ഫിഖഹിയാത്ത് മിക്കവാറും തന്നെയാണ്. അഖീദയിലെ പറ്റൂല. വേറൊരാൾക്ക് ഇടപെടുന്ന വിഷയത്തിലുള്ള ഖലായിലും പറ്റൂല. ബയ്യനത്തെല്ലാം വേണം. അപ്പം ഫളായിലുള്ള അമാലിൽ എന്താക്കാം? ലൈഫാണെന്ന് വെച്ചാൽ തന്നെയും അത് ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. അപ്പം 40 ഹദീസ് ഉണ്ടാക്കാൻ വലിയ ശക്തിയേറെ മുത്തവാത്തിറായ യഖീനായ തെളിവന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അൽ ഹദീസുൽ അവ്വൽ നോക്കാം. അത് വളരെ കാര്യപ്രസക്തമായ ഹദീസാണ്. ഫീ വസിയ്യത്തിഹി സല്ലല്ലാഹു അലൈഹി ലിബ്നി അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾക്കുള്ള ഒരു വസിയത്താണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾക്ക് മാത്രമല്ല, അവർ ഉമ്മത്തിലൊരു വാസിത്തയാണ്. തങ്ങളെ വക്കൽ നിന്ന് ഉമ്മത്താകുന്ന നമ്മളിലേക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്യാനുള്ള ഒന്നാണ്. യുബയ്യിനു ലഹു ഫീഹ മാ യജിബു അൻ യകൂന അലൈഹിൽ മുഅ്മിനു മഅല്ലാഹി തആല. അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഒരു മുഅ്മിന് എപ്രകാരമായിരിക്കണം, എങ്ങനെയാണ് വേണ്ടത്? ഇനി അടിമകളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് വേണം പറയും. ഭാര്യയോട് എങ്ങനെ വേണമെന്ന് പറയും. കുടുംബാംഗങ്ങളോട് എങ്ങനെ വേണം, വേറെ പറയുന്നത്. അത് അള്ളാഹുമായുള്ള ബന്ധത്തിലേക്ക് പറഞ്ഞു വരുന്നത്. റവൽ ഇമാമു തിർമിദി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കുൻതു ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിലായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാലോ, വാഹനത്തിൽ കയറുമ്പോൾ നമ്മളെ ബൈക്ക് പോലത്തിൽ എന്താക്കും, വേറൊരാളെ ബേക്കിൽ കയറ്റലുണ്ടല്ലോ, എന്നതുപോലെ തങ്ങളെ വാഹനത്തിൻ്റെ ബേക്കിൽ കയറ്റും. അപ്പോൾ കിട്ടിയ ചാൻസിലെല്ലാം തങ്ങൾ ഉപദേശിക്കുകയും ചെയ്യും. ഫഖാലലി, എന്നോട് പറഞ്ഞ്, യാ ഗുലാം, കുട്ടി. അല്ലെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയല്ലേ. ഇന്നി ഉഅല്ലിമുക കലിമാത്തി, ഞാൻ എനിക്ക് കുറച്ച് കലിമാത്തുകൾ പഠിപ്പിച്ചിരുന്നു. കുറച്ച് കലിമാത്ത്. ഒന്ന്, ഇഹ്ഫദില്ലാഹ തആല യഹ്ഫദുക, നീ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക, അള്ളാഹ് നിന്നെയും കാത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ട്? ഒരു സുലൂക്കുണ്ട്, ഒരു ജദബുണ്ട്. എന്താ സുലൂക്ക്? ഇഹ്ഫദില്ലാഹ,
അപ്പോൾ അള്ളാഹാനെ കാക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ ആരും കട്ടോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി പെട്ടിരിച്ച് പുട്ടിരുന്നതിൻ്റെ വേന. അവിടെ എന്താക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അഹ്കാമുകൾ കാത്തു സൂക്ഷിക്കൽ എന്നാണ് അർത്ഥം ഉണ്ടാകല്. ഹാഫിളീന ബിമാ ഹഫിളല്ലാഹ് വസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. രഹസ്യ ജീവിതത്തിനെ കാക്കുന്നവരാണ് പെണ്ണുങ്ങൾ. ബിമാ ഹഫിളല്ലാഹ് എന്ന അള്ളാഹിൻ്റെ അഹ്കാമ് പാലിച്ചുകൊണ്ട്. അപ്പം അന്യപുരുഷന്മാരുടെ മുമ്പിൽ വെളിവാക്കിക്കൊണ്ട് ഇറങ്ങാതിരിക്കണമെന്ന് കിട്ടും. അപ്പോൾ ഹിഫദില്ലാഹ എന്ന് പറഞ്ഞാൽ എവിടെയും അള്ളാഹിൻ്റെ ഹുക്കുമ് നീ കാത്തു സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ കാക്കും എന്ന ഹിഫദ് രണ്ടുണ്ട്. അപകടങ്ങൾ, രോഗങ്ങൾ മുതലായവ കാക്കുന്ന ഒരു ആമായ ഹിഫദുണ്ട്. അതെന്താക്കും? ബർറിന് ഫാജിന് എല്ലാം കിട്ടും. മറ്റൊന്ന് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഏതുണ്ട്? ദോഷങ്ങളിൽ പെട്ടുപോവാതെ കാത്തു സൂക്ഷിക്കലുണ്ട്. അതൊരു അപകടമാണ്. അതെന്താണ്? ഖാസം. അതാണ് ഫൈൻ അംസക്തഹ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. പഠിച്ചോനെ, എൻ്റെ ആത്മാവ് നിൻ്റെ കൈമലാന്ന്, നീ ആടത്തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ എണീക്കൂല, മരിച്ച്. നിൻ്റെ റഹ്മത്ത് വേണം, റഹ്മത്ത് വേണം. വൈൻ അറസൽത്ത, വീണ്ടും റൂഹിട്ട എന്ന് വീണ്ടും എണീച്ച് എന്നാൽ ഫഹ്ഫദ്ഹ, ഇതെന്നെ കാക്കണം എന്നേ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ, നിൻ്റെ സാലിഹീങ്ങളായ അബദിനെ കാക്കുന്ന കോലത്തിൽ. അതേതാണ്? നാളത്തെ ജീവിതത്തിൽ നിനക്ക് പുതിയ ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അതിലെന്ത് പറ്റില്ല? ദോഷങ്ങളൊന്നും സംഭവിക്കാതെ സാലിഹീങ്ങളായ കാക്കുന്നത് പോലത്തെ കാവൽ എനിക്ക് തരണം. അപ്പം വെറും അപകടം മാത്രം. അപ്പം ഖാസായ ഹിഫ്ളാണ്. ഈ ഹിഫ്ള് കയ്യിൽ എന്താക്കി? രണ്ടും പെട്ടു. ഇനി രണ്ട്, യഹ്ഫദില്ലാഹ തആല തജിദുഹു തുജാഹക, നീ അള്ളാഹിനെ കാത്തു സൂക്ഷിച്ചോ, എന്നാൽ അള്ളാഹ് നിൻ്റെ മുമ്പിൽ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ അള്ളാഹ് മുമ്പിൽ അള്ളാഹ്ക്ക് ജിഹത്തുണ്ടാകും എന്ന് പറഞ്ഞാലോ, ഏതൊരവസരത്തിലും അള്ളാഹുവിൻ്റെ മഊനത്ത്, അള്ളാഹുവിൻ്റെ സഹായം നിൻ്റെ കൈവശം തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. തുജാഹക്ക ഇത് മനസ്സിലാക്കണേ. അപ്പോൾ കുറേ മുത്തശാബിഹാത്ത് വരുമ്പോൾ എന്താക്കണം? നമ്മൾ അതിനെ തഅ്ബീലോട്ട് ഒപ്പിക്കലാണ്. ഇദാ സഅൽത ഫസ്അലില്ല, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദത്തിൽ നടക്കുന്ന ചോദ്യങ്ങളും ആവശ്യപ്പെടലും പറ്റൂല എന്നാണോ ഇതിൻ്റെ അർത്ഥം? ജാബിര ചൂടുവെള്ളം ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞു. ഇദാ സഅൽത ഫസ്അലില്ല, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോളൂ. അപ്പോൾ അള്ളാഹ് ചൂടുവെള്ളം വീത്ത്, അള്ളാഹ് പത്തിലെടുത്ത് നോക്ക്. അപ്പം ആദത്തിൽ മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയുള്ള കൗലല്ല ഇത്. എന്തുകൊണ്ട്? ആരെ വക്കൽ നിന്നും എന്ത് കിട്ടിയാലും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള മൗനത്തോടു കൂടി മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ആ സ്വാലം കൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ സൈദിൻ്റെ അടുക്ക പോയിട്ട് 1000 രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ എന്താക്കും? അള്ളാഹു താല അത് കൊടുക്കാൻ വേണ്ടി അവൻ മുഖേന തീരുമാനിച്ചെങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പോയി പണി നോക്കാൻ ഇപ്പം പൈസ ഇല്ലയെന്ന് പറയും. ഫമിൻക വഹദക ലാ ശരീക ലക വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇതെടുത്ത് വെച്ചാൽ എന്താകും? നമ്മൾ ചെയ്യുന്ന തവസ്സുലാത്തുകളും ചോദ്യങ്ങളൊക്കെ അനിസ്ലാമികമാണെന്ന് പറയുന്നവരുണ്ട്. ഇവനൊന്നും ചെയ്യുന്നില്ലേ? ഈ ഹദീസിന് മുക്തത അനുസരിച്ചാ ഇപ്പം അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ആൾ പൊട്ടീസാക്കാന്നേ ഉള്ളൂ. നീ ഇസ്തിആനത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹിനെ കൊണ്ട് ഇസ്തിആനത്ത് ചെയ്യണം. എന്നുവെച്ചാലോ, വേറെ ആരോട് സാധനം തടിക്കില്ല. എന്നാൽ ഒരാൾക്ക് ദൂരത്ത് പോകണോ, നിങ്ങൾ വണ്ടി ഒന്ന് തരുമോ, അല്ല എന്നെ വണ്ടി കൊണ്ടാക്കി തരുമോ? ഇത് അള്ളാഹിനോട് പറയേണ്ടത് നീ എടുത്തിട്ട് അടുത്തേക്ക് കൊണ്ടാക്കുന്നു. അപ്പോൾ ഇസ്തിആനത്ത് എന്താ? ഇസ്തിആനത്ത് ഹഖീഖി, ഇസ്തിആനത്ത് മജാസി, രണ്ടുണ്ട്. എന്താണ്? അത് നമ്മുടെ കണ്ണൂർ വിശാലമായി വിശദീകരിച്ച സാധനമാണ്. അതെ. അപ്പം എന്തായിരിക്കും? ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ, അള്ളാഹു നമ്മളെയും പടച്ചു, നമ്മളെ ചുറ്റുഭാഗത്ത് ഒരുപാട് വസ്തുക്കളെയും പടച്ചിട്ടുണ്ട്. ഈ പടച്ചത് മനുഷ്യനിക്ക് എന്തെങ്കിലും തരത്തിൽ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്രദമായിട്ടാണ് അള്ളാഹു തആല പടച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. വയലിൽ ധാരാളം പുല്ല് മുളച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഉപയോഗം എന്താ ഇപ്പോൾ ഉള്ളത്? ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ മത്താഅല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങളുടെ പശുക്കളവിടെ മേയിച്ചാൽ എന്താ ധാരാളം പാല് കിട്ടും. ആ പാലിൻ്റെ ഉപയോഗം നമുക്കാണ്. അതാ ഇൻഡയറക്റ്റ്.
എന്തെല്ലാം ഔഷധ ചെടികളുണ്ട്, നേർക്ക് നേരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അതെന്താക്കണം, ചില ഫാർമക്കോപ്പി ഉപയോഗിച്ച് ചില തിയറി ഉപയോഗിച്ച് അത് മരുന്നാക്കി എടുക്കണം, ചിലത് ഭക്ഷണമാക്കി മാറ്റണം. അങ്ങനെ പലതുമില്ലേ. ചുരുക്കത്തിൽ അള്ളാഹു നമുക്ക് പഠിച്ചു വെച്ച ഈ ഹുവല്ലദി ഖലഖ ലക്കും മാ ഫിൽ അർളി ജമിയ, ഭൂമിയിലാവട്ടെ ഭൂമിയിലുള്ളിലാവട്ടെ ആകാശത്തിലാവട്ടെ എന്തും നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഉപകാരപ്രദം. അതിനാണെന്ന് പറയുക ആവുന്. എന്താ ഈ സാധനം ആവുനാണ്. ആവെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിനെത്തുന്ന സാധനമാണ്. ഈ ആവുനിനെ എന്താക്കണം, നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തുമ്പോൾ ഇസ്തിആനത്ത് എന്ന് പറയുക ആവുനിനെ ഉപയോഗപ്പെടുത്തൽ എന്നതാണ്. അപ്പം ഇസ്തിആനത്തിൽ ഉപയോഗപ്പെടുത്തൽ നടക്കണമെങ്കിൽ ഇതിൻ്റെ ദാത്ത് കൊണ്ട് കഴിയൂല, നമ്മളെ ഹൗലും കുവ്വത്തും കൊണ്ട് കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ വെച്ച ആ ആവുനെന്താക്കണം, നമുക്ക് അള്ളാഹിൻ്റെ വക്കന്നേ കിട്ടുമെന്ന് പറയുമ്പോൾ ഇസ്തിആനത്താണ്. പഠിച്ചോനെ ഇതൊരു മരുന്നാണ്, ഈ മരുന്ന് കുടിച്ചാൽ എനിക്ക് ഇന്ന് രോഗം മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔനില്ലാത്ത കാലത്തോളം എന്താക്കും നടക്കില്ല. അപ്പം നമ്മൾ എത്തിക്കാതിൽ അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി മരുന്ന് കുടിക്കുന്നു. അപ്പം അതാണ് ഹഖീഖിയായ ഇസ്തിആനത്ത്. അല്ലാഹുൽ മുസ്തആൻ. പെന്ന് കൊണ്ട് എഴുതുന്നു, കത്തി കൊണ്ട് മുറിക്കുന്നു, വെള്ളം കുടിച്ച് ദാഹം തീർക്കുന്നു, ഭക്ഷണം കഴിച്ച് വിശപ്പ് തീർക്കുന്നു, വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു, എണ്ണ അടിക്കുന്നു. ഇതല്ലേ ഇതാ ഇസ്തിആനത്ത് മജാസി, ഹഖീഖിയല്ല. പക്ഷെ കാരണം ഇതിൽ കൂടി കിട്ടുന്ന ഉപയോഗങ്ങളെല്ലാം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ബിഇദ്നില്ല, അള്ളാഹിൻ്റെ ഇതിനോടുകൂടി മാത്രമേ നടക്കുള്ളൂ. അതാണേത് ഫഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഹഖീഖിയായ ഇസ്തിആനത്ത് വേണമെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കലേക്കുള്ളൂ. ഇനി ഒരു ഏറ്റുകഥ പറയുന്നു, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ. ഉമ്മത്തുകളെല്ലാം, ഉമ്മത്തെന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ച മുഴുവൻ ഇൻസുകളും ജിന്നുകളും മൃഗങ്ങളും എല്ലാം ആവട്ടെ, എല്ലാ വസ്തുക്കളും ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യം കൊണ്ട് നിനക്ക് ഉപകരിപ്പിക്കണം എന്ന് തീരുമാനിച്ചു നോക്ക്. എല്ലാവരും സംഘടിച്ച് ഇന്നാക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കണം, അല്ലേ? ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. ആ പടപ്പുകളിലൂടെ നിനക്ക് എന്തുപകാരം കിട്ടണമെന്ന് അള്ളാഹു തീരുമാനിച്ച ആ ശൈ കൊണ്ടല്ലാതെ ഓർക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല. അപ്പം ലം യൻഫഉക എന്ന് പറഞ്ഞാൽ ഓർക്ക് ഉപകാരം ഉണ്ട് എന്ന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക എന്ന് പറഞ്ഞാൽ ഇസ്തിസ്നീന്ന് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച എന്തുപകാരമാണോ അതേ എന്താക്കാൻ കഴിയുമോ, മുഴുവൻ ജനങ്ങളും കൂടി ചെയ്താൽ ചെയ്യാൻ കഴിയുള്ളൂ. അത് വഅലം, അത് നീ അറിഞ്ഞു വെക്കണം എന്നാണ് പറഞ്ഞത്. അത് അറിയേണ്ട വസ്തുവാണ്. അപ്പോൾ മറ്റുള്ള ആളെ വെക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയൂല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു തീരുമാനിച്ച കതിരല്ലാത്ത, അതിൻ്റെ ഇനമല്ലാത്ത, അതിൻ്റെ അളവല്ലാത്ത മറ്റൊന്നും അവർ സ്വന്തം വകയായി ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഡോക്ടർമാർ നമ്മളെ സഹായിച്ചാലും ശരി, ഭക്ഷണ വിതരണക്കാർ സഹായിച്ചാലും ശരി, ഗവൺമെൻറ് സഹായിച്ചാലും ശരി, ലോകത്തിൽ ഇൻസുകൾ ജിന്നുകളെല്ലാം നമുക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ അള്ളാഹിൻ്റെ ഇതിലില്ലാതെ നടക്കൂല. ഈ നേരത്തെ വെക്ക് വഇനിജ്തമഅത് അലാ അൻ യളുറൂക ബിശൈഇൻ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ശൈ കൊണ്ട് ഉപദ്രവിക്കണം എന്ന് വിചാരിക്കും, എന്നാലോ ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക. നേരത്തെ ലക എന്ന് പറഞ്ഞപ്പോൾ അനുകൂലമായി, അലൈക എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതികൂലമായി അവരെ വെക്കുന്ന എന്തുണ്ടാകണമെന്നാണോ തീരുമാനിച്ചത് അതല്ലാത്ത ഒന്നും സംഭവിക്കൂല. അപ്പം അവിടെ എന്തുണ്ട്? നഫ്ഉം ദുർറും ഭാഗികമായി പടപ്പുകളിൽ നിന്ന് താൽക്കാലികമായി അനുഭവപ്പെടുന്ന രണ്ടുണ്ടെന്ന്. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതാര്? റബ്ബ് സുബ്ഹാനഹു വ തആല നാഫിഉം ദാറും ആയിക്കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. എന്നിട്ടോ റുഫിഅത്തിൽ അഖ്ലാം, പേന ഉയർത്തി എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം മാറ്റിയെത്തില്ല. ഇതിൻ്റെ മാറ്റത്തിൽ, കാരണം പേന കൈമ പിടിച്ചാൽ വേറെ എന്തെങ്കിലും തിരുത്തണമെന്ന് വയ്ക്കൂലേ, തിരുത്തലില്ല. വജഫത്തി സുഹഫ്, എഴുതപ്പെട്ട ഏടുകൾ എന്തായി ഉണങ്ങിപ്പോയി എന്ന് വെച്ചാൽ ഇത് അലംഘനീയമാണ്, ഒരിക്കലും മാറ്റത്തിരുത്തലിൻ്റെ വിധേയമല്ല, ഇതൊരു അഖീദയാണെന്നാണ് പറഞ്ഞത്. സാദൽ ഇമാം അഹമ്മദ് ഫി റിവായത്തിഹി, ഇമാം അഹമ്മദ് തങ്ങൾ ഓരോ റിവായത്തിൽ കുറച്ചും കൂടി ഉണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാഇ യഅരിഫുക ഫിസ്സിദ്ദ എന്നുണ്ട്.
നിനക്ക് സന്തോഷവും സമ്പത്തൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നീ എന്താക്കണം, അള്ളാഹിനെ ഓർമ്മിച്ചിട്ട് ഓൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോണം. എന്നാൽ നിനക്ക് പ്രയാസം വരുമ്പോൾ അള്ളാഹ് നിന്നെ കണ്ടറിയും. അപ്പോൾ ആവും കാലത്ത് ചെയ്യണം. ഇനി വാലം രണ്ടാമത്തത് വാലം അന്ന സബ്ര അലാമ തക്റഹു ഖൈറുൻ കസീർ. അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സബ്ർ എന്നുള്ളത് മുറുകെ പിടിക്കൽ വലിയ ഒരു ഖൈറാണ്. അപ്പോൾ സബ്ർ നമ്മുടെ ഗെയിമിലുണ്ടാവുക എന്നുള്ളത് വലിയൊരു ഖൈറാണ്. വഅന്നൻ നസ്റ മഅ സബ്ർ, സബറിൻ്റെ അപ്പുറം അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വഅന്നൽ ഫറജ മഅൽ കർബി, ദുഃഖമുണ്ടാകുമ്പോൾ തൊട്ടടുത്ത് എന്തുണ്ടാകും, ഒരു ഫറജും ഉണ്ടാകും, ഒരു തുറസ്. രാത്രി ഇരുട്ടങ്ങ് മുട്ടിക്കഴിഞ്ഞാൽ എന്താകും, ഉടനെ പ്രഭാതം വരാൻ പോകുന്നുണ്ട്. വഅന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസങ്ങളോടൊപ്പം എളുപ്പവും ഒന്നിച്ചാണ്, മഅയ്യത്താണ്. അപ്പോൾ പ്രയാസത്തിന് രണ്ട് വകം, ഒന്ന് നമ്മളേക്ക് നോക്കിയൊരു പ്രയാസം, തിരിച്ചു വെച്ചാലോ യുസ്ർ. ഫഇന്ന മഅൽ ഉസ്രി യുസ്ർ, രണ്ട് യുസ്ർ ഉണ്ടെന്ന് പറഞ്ഞു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അതെങ്ങനെയാ, അൽ ഉസ്ര അലിഫിലാമ് കൊടുത്തു, രണ്ടാമത്തെ വാക്കിനും അലിഫിലാം കൊടുത്താൽ ഒറ്റ ഉസ്രേ ഉള്ളൂ. അതിൻ്റെ പകർപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ജവാബിൽ പറഞ്ഞ് യുസ്ർ എന്നുള്ളത് എന്നാൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ഉസ്റിനോടൊപ്പം രണ്ട് യുസ്ർ ഉണ്ടെന്നാണ് വരിക. ഇതുണ്ടോ, ഈമാനിൻ്റെ ഒരുപാട് വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അടിസ്ഥാനപരമായ അള്ളാഹിനോടൊപ്പമുള്ള പെരുമാറ്റം ഇവിടെ ഉള്ളൂ. ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അൽ ഹദീസു സാനി, രണ്ടാമത്തെ ഹദീസ്, ഫി വസിയ്യത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിബ്നി ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വസിയത്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളോടുള്ള വസിയത്ത് തന്നെ. റവത്ത് തുർമദി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൊട്ട് പറയുന്നു, ഖാല അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി അല്ലെങ്കിൽ ബിമൻകിബയ്യ യുർവ ബിൽ ഇഫ്രാദി വത്തസ്നിയ. ഇഫ്രാദ് എങ്ങനെ, ബിമൻകിബി എൻ്റെ ചുമലി തങ്ങൾ പിടിച്ച്, ബിമൻകിബയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ചുമലും പിടിച്ച്. രണ്ടും റിവായത്തുണ്ട്. ചുരുക്കത്തിൽ എൻ്റെ ഒരു ചുമലാവട്ടെ രണ്ട് ചുമല് പിടിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് പറയുന്നത്, ഫഖുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ദുന്യാവിലാകുമ്പോൾ ഒരു വിദേശിനെ പോലെ ആവണം. ദുന്യാവ് നിൻ്റെ നാടല്ല. ഏതുപോലെ നമ്മൾ ഷാർജയിലാകുമ്പോൾ നമ്മൾ കണ്ണൂക്കാറാന്ന് ഓർമ്മ വേണം. ഇവിടെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു നിയമത്തിന് വിധേയമായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, പോയിക്കോന്ന് പറഞ്ഞാൽ പോണ്ടി വരും. നമുക്കിവിടെ ഒരു മിൽക്കുമില്ല. തന്നോ തന്നെ വന്നിട്ട് ഹല്ലിൽ നിന്നിട്ട് എണീച്ച് പൈസ കഴിഞ്ഞിട്ട് ഇത്ര പിടിച്ചെടുത്ത ആളുണ്ട്. ഒരു ഖരീബാണ്. ഖരീബ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശി, അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാളെ മാതിരി ആവണം. അത് ഒരു ശൈലി. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രയിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. യാത്രയിൽ പലതും കാണും, പലതും കേൾക്കും, പല കളികളും ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അത് ബസ് ഡ്രൈവർ ലോകത്ത് എന്തെല്ലാം ബൈക്കെല്ലാം അത്ഭുതങ്ങൾ കാണും, എന്തെല്ലാം കാണും. പക്ഷേ അയാൾ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ ഒരു 10 മിനിറ്റ് നമുക്ക് ആ കളിയൊന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ നിർത്തി തരില്ല. അയാൾ പോണ്ട പോക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല. ഇത് നമ്മളെ സ്വന്തം നാടല്ല. ഏതൊരവസരത്തിലും ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ട ബോധം ഉണ്ടാകണം. ഈ ഖരീബാണ് എന്ന് വെച്ചാൽ അതുപോലെ വഴിയാത്രക്കാരനാണ്. വഴിയാത്രയിൽ പലതും അനുഭവിച്ചിട്ടുണ്ടാവും. പല അപകടങ്ങൾ കണ്ടെന്ന് വരും, പല അത്ഭുതങ്ങൾ കണ്ടെന്ന് വരും, കളികൾ കണ്ടെന്ന് വരും, കാഴ്ചയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നൊന്നുമില്ല, സമയം കളയാതെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോക്കാന്ന്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ജീവിതയാത്രയിലുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് കൈമടിക്കുന്ന. മൂന്നാമത്തത് വഉദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ, കബറാളികളുടെ എണ്ണം നിൻ്റെ തടി ഉണ്ടെന്ന് പറഞ്ഞു. കബറാളികളുടെ എണ്ണം നോക്കിയാണെങ്കിൽ എത്ര ആളുണ്ട്? 10 ആൾ അല്ല 11. ആര്? ഒന്ന് ഞാൻ കാരണം എപ്പോഴാന്ന് പറയാൻ കഴിയില്ലല്ലോ. വഅലൈക്കും അസ്സലാം. 3 കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന്, നിൻ്റെ ജീവിതം താഴിക്കണം, ഒരു ഖരീബാണ്. രണ്ടാമത്തെ ആബിറു സബീലാണ്. മൂന്നാമത്തതോ കബറാളികളുടെ കൂട്ടത്തിൽ നിന്നെയും കൂടി എണ്ണിക്കൂടാം. എന്നിട്ട് പറയുന്നത് ഈ 3 കാര്യം പറഞ്ഞില്ലേ,
വഫീ റിവായത്തിൻ നസായി വഅഹ്മദ് സിയാദത്തും ഫി അവ്വലിഹി ഉഅ്ബുദില്ലാഹ കഅന്നക തറാഹു എന്നും കൂടിയുണ്ട്. നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ നീ അള്ളാഹിനെ കാണും പോലെ ഇബാദത്ത് എടുത്തോ. നിൻ്റെ ശ്രദ്ധ മാറാൻ പാടില്ല, അള്ളാഹിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന് ശേഷം വ്യാഖ്യാനം കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അംസൈത്ത ഫലാത്തന്തലി സബാഹ, നീ വൈകുന്നേരം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വൈദ അസുബഹത്ത, നേരം വെളുത്താൽ വൈകുന്നേരം ഉണ്ടാകുമെന്ന് നീ ഉറപ്പ് വെച്ചൊന്നും വേണ്ട. രാവിലെ കണ്ടാൾ നേരം വെളുക്കുമ്പോൾ കണ്ടാൾ എണീക്കുമ്പോഴൊക്കെ കവറിലേക്ക് പോയില്ലേ, എന്താ പറഞ്ഞത്? വഹാദിഹിൽ വസയ്യത്തു, ഈ പറയപ്പെട്ട വസയ്യത്തില്ലേ, ഫീഹ ബയാനു മറാഹിലി സൈരി വസ്സുലൂക്കി ഇല മഖാമി മലിക്കൽ മുലൂഖ്, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് സുലൂക്ക് ചെയ്യുന്ന ഒരാളുടെ സഞ്ചാരപാത 3 ഘട്ടങ്ങളാക്കി. അതിൽ കാണാം. അത് ഹദീസല്ലേ, അതിൻ്റെ വ്യാഖ്യാനമാണ്. വഖത്ത് തളമ്മനത്ത് ഹാദിഹിൽ മറാഹിലു സലാസ, ഈ പറയപ്പെട്ട 3 മർഹല. ഞാൻ അന്യ നാട്ടുകാരനാണ്, ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്, കബറാളികളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറും കൂടിയാണ് എന്നുള്ളത് ജമീഉ മനാസിലി സായിരീൻ വ മഖാമാത്തിൽ വാസിലീൻ. സായിരീങ്ങളാരാന്ന്? സഞ്ചാരം നടത്തുകൊണ്ട് വാസലീങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിയവർ, അവരുടെ മനാസിൽ എന്നാണ് പറഞ്ഞത്. മനാസിൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണൂർന്ന് പുറപ്പെട്ട അടുത്തുണ്ടാവും വളവട്ടനുണ്ടാവും, അടുത്ത് പാപ്പനശ്ശേരി ഉണ്ടാവും, സ്റ്റേഷനുകളാ മനാസിൽ. അതും എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് ഏതെല്ലാം ഡിഗ്രികൾ കയറാനുണ്ടോ അതിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു ഒറ്റ വാക്കാണ്. വലനാഫി ഹഷറഹി ഹാദൽ ഹദീസ് ബഹസും വാസിഉൻ നഫീസൻ, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ഷറഹ് എഴുതിയിട്ടുണ്ട്. വളരെ വിശാലമായ ഷറഹാണ് നമ്മുടെ മുസന്നിഫ് പറയുന്നത്. നദ്കുറുഹു ഫീമാ ബഅദു ഇൻഷാ അല്ലാഹു തആല, അള്ളാഹ് വേണ്ടി വെച്ചിട്ട് നമുക്ക് ശേഷം പറയാം. ഇപ്പം വിശദീകരിച്ചാൽ എന്താവും? ഇതിന് കണ്ണി വിട്ടു അങ്ങനെ പറഞ്ഞു പോകും. ഇബ്നു അബ്ബാസ് തങ്ങളെ ഹദീസിനായിട്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ശറഹുണ്ട്, ഒറ്റ ഹദീസ് വെച്ചിട്ട്. ഇനി അൽ ഹദീസു സാലിസു, അതാ യുബയ്യിനു ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമലല്ലദീ യജ്അലുൽ മുസ്ലിമ മഹബൂബൻ ഇൻദല്ലാഹി വ ഇൻദന്നാസ്. ഒരു മുസ്ലിമായ വ്യക്തിക്ക് അള്ളാഹു തആലാന്റെ സ്നേഹവും കിട്ടണം, അള്ളാഹിൻ്റെ സൃഷ്ടികളുടെ സ്നേഹവും കിട്ടണം. രണ്ട് ഖാലിക്കല്ലേ, ഖൽക്കിൻ്റെ മുമ്പിലും ഇവൻ സ്നേഹിക്കപ്പെടുന്ന ആളാകണം, ഖാലിക്കിൻ്റെ വക്കലും സ്നേഹിക്കപ്പെടുന്ന ആളാകണം. അതിന് എളുപ്പമുള്ളൊരു പണിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണത്? റബബിന് മാജ അൻ സഹലുബിന് സഅദിൻ സാഇദി റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലേക്ക് ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹു വ അഹബ്ബനിന്നാസ്. ഒരമൽ പറഞ്ഞു തരണം, ആ അമൽ ചെയ്താൽ ഞാൻ അള്ളാഹിൻ്റെ അടുക്കൽ എന്തായി? മഹബൂബായി, അള്ളാഹ് എന്നെ സ്നേഹിക്കും, അതുപോലെ ജനങ്ങളും എന്നെ സ്നേഹിക്കും. അതിന് പറ്റുന്ന അമലെന്താ ഉണ്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഹദ് ഫി ദുനിയാ, ദുനിയാവിന് സാഹിദായിക്കോ യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹ് സ്നേഹിക്കും. അപ്പോൾ സാഹിദാന്ന് പറഞ്ഞാൽ കിട്ടും മറപ്പ് എടുത്തിട്ട് വയനാട്ടിലേക്ക് പോക്കല്ലേ, നീങ്ങി തുണിങ്ങിപ്പല്ലിട്ടിട്ട് അയാളിപ്പോൾ സുഹൃദിലാണുള്ളത്. അങ്ങനെ പല സാഹിത്യങ്ങളുണ്ട്. അതിപ്പോഴത്തെ ഇമിറ്റേഷൻ സാഹിദാണ്. ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന സുഹൃദ് അതല്ല. എല്ലാത്തിലും ഭേദഗതി വരുത്തിയിട്ട് എന്തെല്ലാം കുലുമാലാക്കിന്. തോബൻ്റെ കാര്യം പറയാനില്ല, സുഹൃദിൻ്റെ കാര്യം പറയാനില്ല, തരീഖത്തിൻ്റെ കാര്യം പറയാനില്ല, എല്ലാം ഭേദഗതിയാക്കിയിട്ട് ഒന്നും അല്ലാണ്ടായി. തവക്കുലി, തവക്കൽ എന്ന് പറഞ്ഞാൽ നീക്കാണ്ട് പൊടിയും പൊട്ടിയിട്ട് ഒറ്റയിരുത്തോ അലല്ലാഹി തവക്കലി. ഇതാ സുഹൃദ് എന്ന് പറഞ്ഞാൽ വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൻ ലഹു തഖ്വ അകല എന്ന് ആര് പറഞ്ഞേ? ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം കൊടുത്തല്ലോ. ഇസ്ഹദ്, നീ സാഹിദാവണം. അതിൻ്റെ അർത്ഥം എന്താ? വദാ, ഈ കൽപ്പിക്കപ്പെട്ട സുഹൃദ് എന്ന് പറഞ്ഞാൽ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി, മുതലിനോടുള്ള അമിതമായ കെട്ടുപാട്. തീരെ കെട്ടുപാടില്ല, ഞാൻ മുതൽ തായിയായി പോവും. ഒന്നും തിരിഞ്ഞു നോക്കാണ്ടെന്ന ഇളായത്തുൽ മാല് വരൂ. അപ്പോൾ അമിതമായ കെട്ടുപാട് എന്നുവെച്ചാൽ മുതലേ ശരണം, മുതലേ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇല്ലാണ്ടിക്കലാണ്. ലാ ഫഖ്ദുല്ലഹു, മുതൽ ഇല്ലായ്മ ഫക്കീർത്തനം ബെത്തല്ല. ലാ ഫഖ്ദുല്ലഹു, മുതലിനെ ഇല്ലാണ്ടാക്കലല്ല,
മുതലിനെ അനാവശ്യമായി നശിപ്പിക്കലുമല്ല. ആ മുതലിനുള്ള ആർത്തി, മുതലില്ലാഞ്ഞാൽ യഹ്സബു അന്ന മാലഹു അഖ്ലദ, ജമഅ മാലം വഅദ്ദദഹു യഹ്സബു അന്ന മാലഹു അഖ്ലദ. കിട്ടാവുന്ന മാർഗത്തിൽ ഹലാലും ഹറാമും ഒന്നും നോക്കാണ്ട് എല്ലാം സമ്പാദിച്ചു വെച്ച് ആരെ പറ്റിച്ചാൽ തിരക്കുള്ള ജമഅ മാലൻ, എന്നിട്ടോ വഅദ്ദദ യഹ്സബു അന്ന മാലഹു, ഇതാണ് എന്നെ നയിക്കുന്നതും എന്നെ ജീവിപ്പിക്കുന്നതും എനിക്കെല്ലാം നൽകിയതാണ്. ഇപ്പോൾ എത്തിമാതും എല്ലാം എൻ്റെ മുകളിലായി. ഇതില്ലാണ്ടിരിക്കലാന്നാണ് പറഞ്ഞത്. ഇതില്ലാണ്ട് കുറേ മുതലുള്ളത് കത്തിക്കലല്ല, നശിപ്പിക്കലുമല്ല, അനാവശ്യത്തിൽ ചിലവാക്കലല്ല. മുതലിനെന്താന്ന് അള്ളാഹു എന്താ പറഞ്ഞു? വലാ തുഅ്തു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിലനിൽപ്പാണ്, ഒരു താങ്ങും തണലുമാണ് പൈസ. പൈസ ഇല്ലെങ്കിൽ ഏർപ്പാളിയാവില്ലേ? ഒരാൾ ചായ കിട്ടുമോ? ഒരു സ്ഥലത്ത് നടന്ന് യാത്ര പോകാൻ കഴിയുമോ? ജീവിതത്തിന് നിലനിൽപ്പാക്കിയിട്ടുണ്ട്. അത് അതിൻ്റേതായ പദവിയും അതിൻ്റേതായ മൂല്യവും കൽപ്പിക്കണം. പക്ഷേ അത് കൽബിൽ കടത്തിയിട്ട് എന്താക്കല്? അതിനാ ഇലാഹാക്കി മാറ്റല്. അതല്ല അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞത്, മുതൽ നീ പട്ടയിൽ വെച്ചോ, പെട്ടിക്കകത്ത് വെച്ചോ, സഞ്ചിയിൽ വെച്ചോ, കൽബിൽ വെച്ചുകൂടാ. കൽബിൽ സൂക്ഷിക്കണ്ട. എന്നാൽ യുഹിബ്ബക്കല്ലാഹ്, അള്ളാഹു തആല നിന്നെ സ്നേഹിച്ചോളൂ. എന്നിട്ടോ വസ്ഹദ് ഫീമാ ഫി ഐദിൻ നാസ്, ജനങ്ങളെ കൈമേലുള്ള നീ സാഹിദാവുക. എന്ന് പറഞ്ഞാലോ, മറ്റാൾ ഇന്നാൾ റസൽ ഇന്നത് ആക്കണം, നൗഷാദ് ഇന്നത് തരണം, നെബ്രാസ് ഇന്നത് തരണം, ജനങ്ങൾ എനിക്ക് പോകുമ്പോൾ എല്ലാം കസേര തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ വക്കുന്ന പലതും അത് പള്ളി നിൽക്കുമ്പോൾ അത് ഇടങ്ങറുണ്ടായില്ലേ? മോളെ പൈസ തരണോറ്, പുരയെടുത്ത് തരണോറ്, ഉംറക്ക് കൊണ്ടുപോകണം, ഹജ്ജിന് കൊണ്ടുപോകണം, എല്ലാം ചെയ്തു തരണം. ഇതാഗ്രഹിച്ച് നിന്നാൽ ഇയാളെ എപ്പം നമുക്ക് പിരിച്ചുവിടാൻ നല്ലതെന്ന് ചോദിച്ചു. ഇയാളെ കൊണ്ട് എമ്പായിപ്പോയി, ആഴ്ചയൊക്കെ പിരിവാന്നു. അപ്പം ജനങ്ങളെ മക്കളിൽ നിന്നുള്ള ഒരു സംഗതി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കേ വേണ്ട. അതല്ലേ ഹാത്തമുൽ അസ്സമ തങ്ങളോട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ച്, സലാമത്തു ദുന്യ എന്താണ്? ദുന്യാവിൻ്റെ സലാമത്ത് എന്തിലാണ് ഉള്ളത്? ഇതേ മൂപ്പറ പറഞ്ഞത്തിലെ ബൈത്താക്കിയാൽ അത് കേലി ലി സലാമത്തി ദുന്യ ഖിസാലുൻ അർബഉ ഗഫറുൻ ലി ജഹലിൽ ഖൗമി മൻഉക തജ്ഹലാ. എന്താ പറയാ? ലി സലാമത്തി ദുന്യ, ദുന്യാവ് രക്ഷപ്പെടാനോ അല്ലല്ലോ അരട്ടൊന്നുമില്ല, കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് ആകണമെങ്കിൽ 4 കാര്യം വേണം. ഒന്ന് ഗഫറുൽ ജഹലിൽ ഖൗമി, ജനങ്ങൾ വിവരം കുറഞ്ഞ ആളായിരിക്കും. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എത്തിക്കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് വെച്ചേക്കുക. ചിലപ്പോൾ നടക്കുമ്പോൾ ചവിട്ടി പോയിട്ടുണ്ടാവും. നീ നടന്നെ ചവിട്ടിയ, ഞാനെന്നെ ചവിട്ടാൻ, ഞാൻ ആരാന്ന് വിട്ടെ, അടിയായില്ലേ? അത് പോട്ടെ. ഗഫറുൽ ജഹലിൽ ഖൗമി മൻഉക തജ്ഹല. രണ്ടാമത്തേത്, നീ അങ്ങോട്ട് ജഹാലത്ത് കാട്ടുന്നത് വളരെ ശ്രദ്ധിച്ച് ജീവിച്ചോളാം. മറ്റുള്ളവർക്ക് നിന്നെ കൊണ്ടൊരു ഇടങ്ങേറുണ്ടാകണ്ട. മൻഉക തജ്ഹല വതകൂന മിൻ സൈബിൽ ഉനാസി ആയിഷ, ജനങ്ങളുടെ വക്കൽ നിന്നുള്ള ഔദാര്യത്തിൽ നിന്ന് നീ എപ്പോഴും നിരാശനാകും. ഒന്നും കിട്ടൂല എന്ന് വെച്ചേക്കാം. അഥവാ വല്ലതും കിട്ടിയ അൽഹംദുലില്ലാ, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഓലി സൈബി നഫ്സിക ലിൽ ഉനാസി ബാദില, നിൻ്റെ അടുത്ത് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അതങ്ങോട്ട് കൊടുത്തേ. ഇതെന്താണ്? വെള്ളിത്തകടികളിൽ സ്വർണ്ണമഷികളെ കൊണ്ട് എഴുതി വെക്കപ്പെടേണ്ടുന്ന ഹിക്മത്തിൽപ്പെട്ടതാണെന്നാണ് ഹാത്തമുൽ അസ്സമിനെ പറ്റി പറയില്ലേ. വെള്ളിത്തകടുണ്ടാക്കിയിട്ട് സ്വർണ്ണലിപികളെ കൊണ്ട് എഴുതി വെക്കണം. കണ്ടില്ലേ? അപ്പോൾ 3ാമത്തെ വസിയത്തായി കഴിഞ്ഞു പോയത്. അന്ന് ടൈമാകുമ്പോൾ പറഞ്ഞേ, അല്ലെങ്കിൽ എനിക്കങ്ങനെ പോയി പോകും. 4ാമത്തെ ഹദീസ് എന്താ പറയുന്നത്? നീ ജനങ്ങൾക്കൊരു ഭാരമാകാൻ വേണ്ട. നിൻ്റെ ചിലവും നിന്നെ കൊണ്ടു നടക്കാനും പോറ്റാനും ജനങ്ങൾക്കൊരു ഭാരം. അയാൾ വരുന്നുണ്ട്, അയാൾക്ക് ഇന്ന ജാത്തിൽ ചോറേ പറ്റുള്ളൂ, ഇന്ന മാതിരി കൂട്ടാനേ പറ്റുള്ളൂ, അയാൾ പരിപ്പ് കഴിഞ്ഞ് കൂട്ടൂല പോലും, അയാൾക്ക് തിരുതന്നെ വേണം, പിന്നെ അത് വേണം, ഇത് വേണം, പിന്നെ ആടെയും കിടക്കൂല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ജനങ്ങൾക്കൊരു ഭാരമാവില്ലേ. നമ്മളോട് ഉപ്പ പറയലുണ്ട്, എടാ ഈ ഉജറത്ത് മിസിലിനാക്കാണ് ഏറെ കൊടുത്തിട്ട്
സമര വിസനാക്കാണ് ഏറെ കൊടുത്തിട്ട് വെള്ളം വാങ്ങുന്നത്. വെള്ളം ഇല്ലാണ്ട് ഒന്നും ഉണ്ടാക്കണം, വാജിബല്ലേ ഒന്നും ഉണ്ടാക്കൽ. ഉജുറത്തും വിസലെന്ന് അയാൾക്ക് കുഴങ്ങിന്ന് കണ്ടപ്പോൾ അയാൾ പൈസ കൂട്ടി പറയുന്നു, എന്നാൽ നീ ആ വെള്ളം വാങ്ങേണ്ട തേമം ചെയ്തെന്നാണ്. എന്തുകൊണ്ട്? കരിഞ്ചന്തക്ക് നിൻ്റെ ഇബാദത്ത് ചെയ്യൽ കരിഞ്ചന്തക്ക് പ്രോത്സാഹനമാകാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് നിന്നെ ആരെങ്കിലും അതിനൊടുക്കാൻ വന്നാൽ കാറ് പിടിക്കണം, അങ്ങോട്ടാക്കണം, ഇങ്ങനെ ആക്കണം, ഓർഡിനറി ബസ്സിന് തന്നെ പോയി നടന്നു പോകുന്നെങ്കിൽ നടന്നിട്ട് പോയാൽ മതി. നിന്നെ കൊണ്ടുപോയി അതിനേക്കണാവൂല എല്ലാം. ഇത് മൈക്ക് ആരോഗ്യപ്രദമായ മൈക്ക് വെക്കൽ അവൻ്റെ ആരോഗ്യ പ്രശ്നമല്ലേ. എന്നല്ലാണ്ട് ലോകത്തൊട്ട ഗർജന സ്വഭാവം കേൾക്കണം വേണ്ടിയിട്ടാണെങ്കിലോ. ചില മൈക്ക് എന്താക്കും 19 കൊല്ലത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കറിയാം അങ്ങോട്ടേക്ക് വലിക്കും. ഈ വൈദ്യുതിൻ്റെ മാഗ്നറ്റ് എന്താക്കും നമ്മളെ ഊർജ്ജം വലിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാവും വായു വരുന്നു. നിങ്ങൾ നോക്കിയില്ല തിരിയാത്ത രാത്രി അധികം എന്താക്കും പനിക്കും. തണവയ്ക്ക് സംസാരിച്ചാൽ പണ്ട് കൂറ്റി കംപ്ലീറ്റ് പോയിന്. എന്നിട്ട് മംഗലാപുരത്തുനിന്ന് വരുന്നൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ വയലു പറയുന്നുണ്ടോ? ആ, എത്ര പവറിലാണ് മേക്ക് വെക്കും? ഇത്ര. ഒന്നിക്കൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നല്ല പവർഫുൾ മേക്ക് വെക്കുക. പരിപാടിയെ വേണ്ട. അത് ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ഡിമെൻറ്റ് വെക്കാം. എല്ലാം മൈക്ക് വെക്കാണ്ട് വയലെന്ന് പറഞ്ഞു. പഴയകാലത്ത് മൈക്ക് വെക്കലുണ്ടോ? പാങ്ങിലാമുട്ടികൾക്കെല്ലാം വയലെന്ന് പറയുമ്പോൾ ആ പരിസരങ്ങൾ മുഴുവനും കേൾക്കുന്നില്ലായിരുന്നു. ഒപ്പുറം ശബ്ദമാധുര്യം. സമയം കൊടുത്തു കഴിഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഞ്ഞിലും പോലും എന്താക്കും ജനങ്ങൾ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നതാണ്. അക്കാലത്ത് മൈക്കില്ല. ഉണ്ടാ ചില അമ്പളി പേരും വെച്ചിട്ട് ഈ 60 ലോട്ടറി വെക്കുന്ന ഇതില്ലേ ബാറ്ററിയും വെച്ചിട്ട്. കോത്തൽ ഇസ്ലാമൊക്കെ വയൽ നടക്കുമ്പോൾ ഈ ബസ്സിന് വെക്കുന്ന ബാറ്ററി ഇല്ലേ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതായിരുന്നു. ശുഗോര ഉസ്താദ് വയലെന്ന് പറഞ്ഞ് അതുപോലെ പല 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 കേമന്മാരും വയലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. കാലത്ത് കറണ്ട് വരാത്ത കാലം. അത് ആരോഗ്യത്തിൻ്റെ വശമാണെങ്കിൽ അത് വേണ്ടെന്ന് നോക്കണം. അല്ലെങ്കിൽ വയലേ വേണ്ട ബറാൾ പിടിച്ചോ, നേരത്തെ ഉറങ്ങാല്ല. അതാ യൂസിഫിഹിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യകൂനൽ ഇൻസാനു കല്ലൻ അലന്നാസ്. ജനങ്ങളെ പേരിൽ ഇവനൊരു ഭാരമായി മാറും. എന്തിനാ? എന്തുകൊണ്ടാണ് ഭാരമാകുന്നത്? താമിഅൻ ഫീമാ ഇൻദഹും. ജനങ്ങളെ മക്കളുടെ എല്ലാം എനിക്ക് വേണം, എനിക്ക് അങ്ങനെ ആക്കി തരണം, എനിക്ക് ഇങ്ങനെ ആക്കി തരണം, എനിക്ക് ഇങ്ങനെ കാണണം, അത് വേണം, എനിക്ക് ഫ്രിഡ്ജ് വേണം, മറ്റേതും പറഞ്ഞു എല്ലാം കെട്ടി കൊണ്ടുപോക്ക്. അതാണ് ഒരു വസിയത്ത്. വായത്തവജ്ജഹ ബി കുല്ലിയത്തിഹി ഇലാ കുല്ലിൻ മിൻ സ്വലവാത്തിഹി. ആ വസിയത്തിലുള്ള ഉള്ളടക്കം പറയുന്നു. നമസ്കാരത്തിന് നിന്നാൽ പ്രത്യേകിച്ചിട്ടും നീ പൂർണ്ണമായ നിസ്കാരത്തിൽ ലയിക്കുക. നിൽക്കിരിക്കുമ്പം കൽബ് വേറെ നടക്കുന്നു, തടി വേറെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അലാക്കത്ത് ഒഴിവാക്കി വെക്കണം. ആദ്യം വെള്ളത്തിന് ടാങ്കിക്ക് സ്വിച്ചിട്ട് വെച്ചിട്ട് താങ്കി കൈയിട്ട് നിൽക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാങ്കി ഓവറഫ്ലോ ഫ്രീ വെള്ളം വീന്നു. അടുപ്പിൽ ഓണാക്കി വെച്ചിട്ട് എന്താകും വെച്ച സാധനം കത്തിപ്പോകുന്നു. അതൊന്നും ആക്കണ്ട. ആദ്യം നിസ്കാരം കഴിഞ്ഞിട്ട് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ എല്ലാം ഓഫാക്കുക. അപ്പം നമസ്കാരത്തിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് എന്താക്കണം കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ വയൽ കിട്ടിട്ടില്ലേ? ആ ഉസ്താദിൻ്റെ എന്താ വയൽ? ഒജോലത്ത് ഖുർറത്തുഅയ്നി ഫിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും ആനന്ദം ഉണ്ടാക്കുന്ന സംഗതി നിസ്കാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുപ്പത് നല്ല വയൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറയുന്നത്? എലിയാന്നഹ റുബമാക്കാൻ ആഹ്റ. ഇനി അവസാനം ഇനി വേറെ നിൽക്കാതെ നിൽക്കിരിക്കൂല. അവസാനത്തെ നിസ്കാരം ആവാം എന്ന് കരുതണം. അവസാനമായി ഞാൻ യാത്ര പോകുമ്പോൾ നിൽക്കിരിക്കുന്ന നിസ്കാരമല്ലേ, ആ നിസ്കാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. 4 എണീച്ചെങ്കിലാട്ട്. ഇതാണ് ഹദീസിൻ്റെ ഉള്ളടക്കം. عن سعد بن أبي وقاص رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله أوصني. ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞ് എനിക്ക് വസിയത്ത് പറ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന അലൈക ബിൽ ഇയാസി മിമ്മാ ഫി ഐദിന്നാസ്. ജനങ്ങളെ കയ്യിലുള്ള കാര്യങ്ങളിലേക്ക് നീ ആഗ്രഹിക്കാതെ നീ നിരാശപ്പെട്ടിരിക്കുക. ചോദിക്കാതെ വല്ലതും കിട്ടുന്ന എന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞു. വഇയ്യാക വത്തമഅ. വേണ്ടാത്ത ആഗ്രഹങ്ങൾ നിങ്ങോട്ട് ഒഴിവാക്കുക. തമഅ കാരണം ഫൈനഹുൽ ഫഖറുൽ ഹാദിർ. ഇപ്പോൾ റക്കമായ ഫക്കീർ തരാണ്. തമഅ എന്ന് പറഞ്ഞാൽ ആരോടും യാചിച്ചിട്ടില്ലെങ്കിലും
യാചനൊന്നും അത് നടന്നിട്ടില്ലെങ്കിലും റെഡിയായ ഒരു ഫക്കർ തരം ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. വസല്ലി സ്വലാത്തക്ക വാന്ത മുവദ്ദിഉൻ. എടാ, നിൻ്റെ നമസ്കാരം നിർവഹിക്കേണ്ടത് നീ ഇവിടുന്ന് ലോകത്തുനിന്ന് ഇന്ന് പിരിഞ്ഞു, ഈ നിസ്കാരം കഴിഞ്ഞപാട് ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ആളാണെന്ന് സങ്കല്പിച്ച് നിൽക്കിച്ചോന്ന്. വയ്യാക്ക വമായുത്തതറും മിന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ എന്താക്കണം, വേറൊരാളോട് പൊരുത്തപ്പെടിക്കൽ, ജനങ്ങളോട് മാപ്പ് പറയൽ, ഇതിൽ നിന്ന് ഇടവരുത്തുന്ന കാര്യം വരാതെ സൂക്ഷിച്ചോളാം. എന്തുകൊണ്ട്? ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും? ചിലപ്പോൾ കുഴപ്പവും. എല്ലാവരും മാപ്പാക്കണോ, എൻ്റെ തെറ്റ് വെച്ചിപ്പോയി, അങ്ങനെ പറയാൻ ഇടവരുത്തണ്ട. എന്തെങ്കിലും കാര്യം ഒരാളെ മേലെ പതിഞ്ഞുപോയി, ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് ഫീൽഡിലും മറ്റൊരാളോട് സോറി പറയാൻ ഇടവരുത്താത്ത രൂപത്തിലുള്ള സൂക്ഷ്മ ജീവിതം കണ്ടു നടന്നു എന്നാണ് പറഞ്ഞത്. എന്താ വാക്ക്! ഏത് മേഖലയിലും. റവാഹുൽ ഹാക്കിമു വൽ ബൈഹഖിയു. എന്താ വഖാല അൽ ഹാക്കിമ് പറയുന്നു സഹീഹുൽ ഇസ്നാദ്. ഏറ്റവും കൂടെ പണ്ടൊക്കെ മതിയാക്കാം. അതിപ്പോയാ ആയിക്കോട്ടെ. അഞ്ചാമത്തെ ഹദീസ്, യൂസി ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുബാദറത്തി ഇലൽ അഅമാലി സ്വാലിഹ. സാലിഹായ വല്ല അമലും ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അവസരം പാഴാക്കാതെ കുറച്ച് നിൽക്കട്ട് വയ്യാക്ക എന്ന് വച്ചാൽ അവസരം കിട്ടിയെന്ന് വരില്ല. നമ്മളിപ്പം മറന്നുപോകത്തിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ വലിയൊരു ആലിമ് നമുക്കൊരു ഉപദേശം തരണം എപ്പോൾ ഓർമ്മിക്കാനുള്ളത്. ഒറ്റ വാക്കെന്താ പറഞ്ഞറിയോ? ആരോഗ്യകാലം യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കൊയ്ത്ത് കാലമാണ്. കഴിയും തോറും ആരോഗ്യം ചുരുങ്ങി വരും, തിരക്കുകൾ കൂടി വരും. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഒരു അമൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പം തന്നെയാണ് അഫ്ളലായ വക്കത്ത്. എപ്പോൾ ശറഅ് പ്രത്യേക വക്ത് വെച്ചിട്ടില്ല. അപ്പം എനിക്ക് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് വെച്ചാൽ എന്താവില്ല. അതിന് ഹജ്ജിനെ അൽ ഹജ്ജു അശ്ഹറുമാലുഹുമത്ത് അള്ള വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ റമദാൻ നോമ്പൊറ്റൊക്കെന്ന് വെച്ചാൽ നടക്കില്ല. ശറഅ് പ്രത്യേക വക്കത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താക്കണം, എപ്പോഴാണോ ആഗ്രഹം ജനിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ സമയം. കുറച്ച് നിന്നാലോ അവസരം കിട്ടൂല, അല്ലെങ്കിലോ മടി വരും, കൽബിങ്ങനെ മാറി വരല്ലേ ഇന്ന്. ഇത് വല്ലാത്തൊരു വാക്കാന്ന്. തസ്വീഫി വൽ കസ്ലി അൻഹാ. പിന്തിക്കലും വേണ്ട, മടി കാട്ടുകയും വേണ്ട. സാലിഹ അമലാണ് ഉടനെ ചെയ്തിരിക്കുന്നത്. കാബില അൻ തശഗലഹു ശവാഗിൽ. പല ജോലി തിരക്കുകളും പല പ്രതിബന്ധങ്ങളും എന്താക്കും, പിന്നെ തടഞ്ഞു വരും. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് എന്താക്കാം, നിർവഹിച്ചിരിക്കുക. പുരസ്കാരത്തിൻ്റെ സമയമായി കുറച്ച് കെട്ട് നമുക്ക് 10 മണിക്കൊക്കെ ഇരിക്കാം. ഏതായാലും സമയം അവിടെ സമയമില്ലേ, വെക്കണ്ട, 10 മണിക്ക് ചിക്കലുണ്ട്. അതാ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബാദിറു ബിൽ അമാലി സബ്ആ. ബാദിറു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഒരു അമലിലേക്ക് പ്രവേശിക്കലാണ്. നമ്മൾ ഉളരുക, വേഗമാവട്ടെ എന്ന് വിളിക്കുന്നില്ലേ, അവസരം കളയാതെ 7 കാര്യത്തിനെ മറികടക്കണം എന്ന് പറഞ്ഞാലോ ജീവിതത്തിൽ താഴെ പറയുന്ന 7 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വരാണ്ടിക്കൂല. മുപ്പർ പറയുന്ന സാബിഖു വുഖൂഅ അഹദി ഹാദിഹി സബ്അത്തി ഫീക്കും. ഹദീസിൽ പറയുന്ന 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരാണ്ടിക്കൂല, അതിൻ്റെ മുമ്പായിട്ട്. വദാലിക ബിഹ്തിമാമിക്കും ബിൽ അമാലി സശ്ഗാലിക്കും. അതാ ഇനി പറയുന്നത് എന്താണ്, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. ഒന്നിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫക്കീർ തരം വരും, അല്ലെങ്കിൽ ഖിന വരും. രണ്ടാളൊന്നല്ലേ വരുള്ളൂ. ഫക്കീർ തരം വന്നാൽ പിന്നെന്താക്കും, ജീവിതഭാരം കൊണ്ട് ഇതെല്ലാം ഒന്നിലേക്കും ശ്രദ്ധ പതിക്കാതെ കണ്ട് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് മക്കളെ വിശപ്പ് മാറ്റുക, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുക, എങ്ങനെയാണ് പുരണ്ടാക്കുക, ഇത് ഈ ലോകത്തിൻ്റെ എല്ലാം അറപ്പിച്ച് കളയുന്ന ഫക്കർ ഏതെങ്കിലും ഒന്ന് വന്നേക്കും. ആ വിനം മുത്തകയ്യ, അല്ലെങ്കിൽ സമ്പത്ത് ഏറിയിട്ട് എന്താ ഇവിടെ കാട്ടിക്കൂട്ടുണ്ടെന്ന് തിരിയുന്നില്ല, മറ്റുള്ള എല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഫക്കർ ഹീന വരാം, എന്നാലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഫക്കറും മുൻസിയും വരാൻ പാടില്ല, ഹിനയും മുത്തകയും വരാൻ പാടില്ല. അത് രണ്ടും ഒന്ന് ഇഫ്രാത്തിൻ്റെ ഒന്ന് തഫ്രീത്തിൻ്റെ ഇതാണ്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറിപ്പോക്കാന്ന്, മറ്റേത് ഇല്ലാണ്ടാകലാണ്. അപ്പോൾ നടുക്ക് നിൽക്കണം. അപ്പോൾ ഈ രണ്ടാലൊന്ന് വരാൻ കാത്തിരിക്കുന്നതെന്നാ പിന്നെ അവൻ നടക്കില്ല. ആ മാറളം മുഫ്സിദ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യക്കുറവുണ്ടാക്കുന്ന രോഗങ്ങൾ വല്ലതും വരാം.
അപ്പം മൂന്നായില്ലേ. ഔ ഹറമ മുഫ്നിദ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തും പുത്തും, അതായത് നിങ്ങളുടെ ബുദ്ധിപരമായ രൂപത്തിൽ എന്ത് പറയുന്നു, എന്ത് ചെയ്യണം എന്നുള്ള എന്നിട്ടാത്ത അത്തും പുത്താങ്കിൽ ലൗലാൻ തുഫന്നിദൂ എന്ന് പറഞ്ഞില്ലേ. യൂസുഫിൻ്റെ മണം വരുന്നുണ്ട് എന്ന് ആര് പറഞ്ഞ്? യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞപ്പം മുപ്പറന്നെ ലൗലാൻ തുഫന്നിദൂൻ, എനിക്ക് അത്തും പുത്തും വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണ്ട, യൂസുഫിൻ്റെ മണം വരുന്നുണ്ട്, തഹ്ഖീഖാണ് ഞാൻ പറയുന്നത്. മക്കളോട് പറഞ്ഞില്ലേ. അപ്പം മുഫ്നിദ് പിച്ചുമ്പയും പറയാം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് എന്താക്കും പിച്ചുമ്പയും പറയില്ലേ, അതിനും കത്തിക്കണ്ട. ആ മൊത്തം മുജീസാനി ഒന്നുമില്ലേ, നിങ്ങൾ എവിടെ എന്താക്കും 3 കെട്ടും കെട്ടിയിട്ട് ലായിലുള്ള ചൊല്ലിക്കൊണ്ട് പോകുന്ന മരണം വരും, അതിനും കത്തിക്കണ്ട. മൊത്തം മുജീസ് വരില്ലേ. ദജ്ജാൽ, ഇനി ലാസ്റ്റ് എന്താ ഉണ്ടാല് ദജ്ജാലാണ്. അതാ ഫഷറു ഗായിബിൻ യുന്തദർ, നമുക്ക് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഷർറ് ദജ്ജാലാണ്. ഒരു ഷർറ് വരാനുണ്ട് എന്ന് കാത്തിരിക്കുന്നുണ്ടല്ലോ, അതിൽ ഏറ്റവും പിറക്കിയതാ ദജ്ജാലാണ്. ഇനി അത് വിട്ടാലോ വിസ അല്ല ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ എന്താ ചെയ്യാമെങ്കിൽ വസ്സാഅത്തു അദ്ഹാ വഅമർ, ഖിയാമത്ത് നാൾ ഏറ്റവും ദുർഘടമാണ്, ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളാണ്, അന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതെന്താണ് പ്രതിബന്ധങ്ങളാണ് എണ്ണിയത്. ഒന്ന് ഫഖർ മുൻസി, മറ്റേതോ ഹിനം മുത്തഖി, അല്ലെങ്കിലോ രോഗങ്ങൾ, അല്ലെങ്കിലോ വാർദ്ധക്യം, അല്ലെങ്കിലോ മരണം, ദജ്ജാൽ, അല്ല ഖിയാമത്ത് നാൾ. ഇതൊന്നും വരട്ടെ അന്നേരം ചെയ്യാമെന്ന് കാത്തിക്കണ്ട. ഇതൊക്കെ തടസ്സങ്ങളുണ്ടാകും. വരുന്ന കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആറാമത്തത് യൻഹാ ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യകൂനൽ ഇൻസാനി ഇമ്മഅതൻ. ഇമ്മഅത്ത് എന്ന് പറഞ്ഞാൽ ഇവനിക്ക് സ്വന്തം ഒരു തൻ്റെ ഇടയില്ല, തൻ്റെ ഇടമുണ്ടല്ലോ. റസൂൽ എന്താ പറയുന്നത്? അതെന്നെ ഇപ്പം ശരി, അങ്ങനെയാ വേണ്ടി. അപ്പോൾ നിബ്രാസിൻ്റെ അടുത്ത് പോയപ്പോൾ അതെല്ലാം ബാത്തിലാക്കിയിട്ട് നിബ്രാസ് പറഞ്ഞു കൊടുത്താൽ അത് തന്നെയാണല്ലോ ശരി, ആദ്യത്തെ എന്താ അതെല്ലാം പോക്കല്ലേ. ഉടനെ യഹ്യാൻ്റെ അടുത്തപ്പോൾ 2 അല്ല 3-ാമത്തെ പറഞ്ഞു കൊടുത്ത്, അത് തന്നെയാണ് ശരി. അപ്പോൾ 100 ആളെ അടുത്ത് പോയാൽ 100 തരത്തിലങ്ങോട്ട് പറയുമ്പോൾ ഇവൻ്റെ കൈമിലൊന്നുമില്ല, വേറെ ആൾ പറഞ്ഞതിനെ ഇങ്ങനെ താപിയാകുക, കാറ്റിനാടിക്കൊണ്ടിരിക്കുക. ഇതെന്ത് പരിപാടിയാണ്? സുന്നികളെ വാതിലേക്കാകുമ്പോൾ എന്താന്ന് ഒരാൾക്ക് പറഞ്ഞേ എന്നിങ്ങനെ കേൾക്കും. പിറ്റേന്ന് അത് മുഴുവനും ബാത്തിലാക്കിയിട്ട് എന്താ ഒരു മുജാഹിദ് സ്റ്റേജ് പിറ്റേന്ന് വന്ന യോഗ പരിപാടി കണ്ട, ഇതല്ലേ മുലക്കന്മാർ പറയുന്നത്, ഇന്നത്തെല്ലാം ബാത്തിലായി, ഇത് പുതിയതായി. ഇങ്ങനെ എല്ലാ കാറ്റിനും ആടിക്കൊണ്ടിരിക്കുന്നൊരു കൗമുണ്ട്. സ്വന്തമായ ഒരു തീരുമാനം വേണം, എന്താവണം എന്താകണ്ടെന്ന്. നീ എന്താ കോഴ്സ് എടുക്കണ്ട്? നീ BA പഠിച്ചോപ്പാ, അതല്ലേന്ന്. എന്താ BA പഠിച്ചേക്ക? നീ മറ്റേത് പഠിച്ചപ്പോൾ നീ ഡോക്ടറായിക്കോപ്പാ, അല്ലേ. നീ എൻജിനീയർ ആകാൻ വേണ്ടി, ഇവനെല്ലാം കൂടി ആകാൻ കഴിയുമോ? ഇതാ ഇമ്മാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു തീരുമാനങ്ങളോ സ്വന്തമായ ഒരു കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാതെ കണ്ട് ആൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആടിക്കളിക്കും, ബയ്യത്തിലക്കുമായില്ല. മുഷാവറക്ക് അത് ഇമ്മാഅത്താവണമെന്ന് അർത്ഥമില്ലല്ലോ. ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിഷയത്തിലുള്ള വിവിധങ്ങളായ അഭിപ്രായം തേടാൻ പറഞ്ഞാൽ 3 ആളോട് ചോദിക്കണമെന്നാണ്. ഒന്നിക്ക് നിനക്കോട് വളരെ കൂറുള്ള ഒരാൾ, ഇൽമും ഇബാദത്തും തക്കവയുള്ള ഒരാൾ, ആ ഫീൽഡ് വർക്ക് ചെയ്ത് പ്രാക്ടിക്കലുള്ള ഒരാളോട്. ഒരു കച്ചവടം തുടങ്ങിയാൽ കച്ചവട സംബന്ധമായി പ്രാക്ടിക്കലായ ആളോട് ചോദിക്കണം. എന്താണ് ആ ഫീൽഡ് അറിയൂ അദ്ദേഹത്തിന്. മറ്റൊന്നോ ഇൽമും ഇബാദത്തും, ആ ഫീൽഡ് വേണമെന്നില്ല, ഇൽമും ഇബാദത്തുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വാക്കിനൊരു ഇതുണ്ട്, ഒരു മഹത്വമുണ്ട്. ഇതുപോലെ നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും. അപ്പം നിനക്ക് ബുദ്ധിമുട്ട് വരണമെന്ന അദ്ദേഹത്തിൻ്റെ നുസ്ഹ അനുവദിക്കില്ല. അങ്ങനെയാണ് 3 കക്ഷിയോട് മുഷാവറ ചെയ്യണമെന്ന് പറഞ്ഞത്. മുഷാവറക്കും എന്താവണം? ഇസ്തിഖാറത്ത് വേണം. ഇസ്തിഖാറത്തിൻ്റെ ജവാബ് അള്ളാഹ് കൊണ്ട് തരത്തല്ല, ഈ 3-ൽ കൂടി നമുക്ക് തിരിച്ചു വരുത്താം. അപ്പം എന്തിനെ മുന്തിക്കണം? ഇസ്തിഖാറത്തിനെ മുന്തിക്കണം. അത് അല്ലെങ്കിൽ എന്താക്കും, എല്ലാവരും പറയും നിങ്ങളുടെ കേട്ടാൽ ഇവയ്ക്ക് ചെയ്യാനും കഴിയില്ല, ചെയ്യാണ്ട് ചാകുമില്ല, പുല്ലും കടിക്കില്ല എന്ന് പറഞ്ഞ മതിയില്ലേ. അതാ ബൽ യകൂനു മുഹ്സിനൻ മുത്തബിഅൻ ലിൽ ഹഖ്. ഇമ്മഅത്ത് എന്ന് പറഞ്ഞാൽ ആകാൻ പാടില്ല. മറ്റെന്താ, നീ എന്തൊക്കെ ചെയ്യുന്ന കാലം മുഹ്സിനാവണം, ഹക്കിനെ പിൻപറ്റുന്നവനാവണം. അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തകൂനു ഇമ്മഅതൻ. എന്താ ഇമ്മഅത്ത് എന്ന് പറഞ്ഞാൽ?
അതാ അതിൻ്റെ വ്യാഖ്യാനം മൂപ്പർ തന്നെ പറയും. ബി കസറിൽ ഹംസത്തി, ഹംസക്ക് കസർ, തഷ്ദീദിൽ മീമി, മീമിൻ്റെ ശരി ഇമ്മാറ്റ് അല്ലദീ ലാ റഅയ ലഹു, ഓനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഒരഭിപ്രായം പറയാനില്ല. അതല്ല തൻ്റെ ഇടം എന്ന് പറഞ്ഞൊന്നില്ലേ, തൻ്റെ ഇടം. യുത്താബിയ കുല്ലഹദല്ല റഅയതി, എല്ലാവരോടും അവരവരുടെ അഭിപ്രായം പറ്റി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ തന്നെ ശരി, നിങ്ങൾ പറഞ്ഞ തന്നെ ശരി എന്നിട്ട് അത് ചില സ്ഥലത്ത് കുറ്റിയടിക്കാൻ പോയാൽ നമ്മൾ ഇമ്മയത്താകലുണ്ട് തൽക്കാലം. പഴയം കണ്ട പാടും സാറേ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം കേട്ടാ, അതാ വേണ്ടി. ആ നിങ്ങൾ പറഞ്ഞില്ലേ അഭിപ്രായം അത് തന്നെയാണല്ലോ ശരി, ആക്കും അളിക്കേ. വേറൊരാൾ പറഞ്ഞു അങ്ങനെയല്ലോ ഇങ്ങനെ ഇങ്ങനെ, ആ ആക്കും അങ്ങനെ തന്നെ ആക്കുന്നു. 5 ആൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ആക്കുന്നു. ഈ ചെമ്മിനെ വിളിച്ച് അവിടെ കക്കൂസാക്കണേ, ആ ആയിക്കോട്ടെ. പിന്നെ ഈ അറക്ക കുറച്ച് വലിപ്പം കൂട്ടണേ, ആ ആയിക്കോട്ടെ. ഉസ്താദ് ഇതെങ്ങനെ ആക്കല്, ഒന്നും ആക്കണ്ടെക്കല്. ആക്കലമ്മ തീരുമാനിച്ചത് ഒന്നും ആക്കണ്ടെക്കല്. പക്ഷെ ഇവരെ ബായി അടക്കണമെങ്കിൽ എന്ത് വേണോ, എല്ലാം സംബന്ധിച്ച് കൊടുക്കണം. എന്താ സന്തോഷമായി ഞാൻ പറഞ്ഞ പോലെ ഞാൻ പേരെടുക്കുന്നത്. ചില ആ സെൻട്രൽ ആൾ മാത്രം കുറച്ച് വലുതാകും, സെൻട്രൽ ആൾ മാത്രം വലുതാക്കുക, അങ്ങനെ എല്ലാം വലുതാവും. കേട്ടോ. അപ്പം ഇമ്മായത്ത് എന്ന് പറഞ്ഞാൽ താഗ് എന്താന്നാണ്, മുഹന്നത്തിൻ്റെ താഗ തഗ്നീസാക്കാനുള്ളൊരു താഗുണ്ട് അല്ലേ. സാലിഹുൻ സാലിഹത്ത് കൊടുത്ത പെണ്ണയില്ലേ. പക്ഷെ എല്ലാത്തിലും അതല്ല, ചിലതിന് വേറെ ആവശ്യങ്ങളുണ്ടാവും. മുബാലകക്ക് വേണ്ടിയിരുന്നു, അത് ശക്തി കൂട്ടാൻ. ചിലെന്താക്കും വസ്ഫിൽ നിന്ന് ഇസ്മിലേക്ക് മറിക്കാൻ. നാളെ ഒരാൾ ചോദിച്ചിന് താൻ ഈ തരീക്കത്തിൻ്റെ താഗ് എന്താന്ന്. ഞാൻ പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പെൺ തരീക്കത്ത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പെൺ തരീക്കത്ത് അങ്ങനെയല്ല. തരീക്കുൻ എന്ന് പറഞ്ഞാൽ തറക്ക യതുറുക്കു എന്ന് പറഞ്ഞതിൻ്റെ കാലിൻ്റെ ചവിട്ടേക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടായില്ലേ. തരീക്ക് നടക്കുമ്പോൾ കാലിൻ്റെ ചവിട്ടേച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശം എന്നാണ്. അപ്പം തറക്ക അത് വസ്ഫാന്ന്. ആ വസ്ഫ മാറ്റിയിട്ട് എന്താക്കണം, വസ്ഫിൽ നിന്ന് മാറ്റിയിട്ട് താ കൊടുത്തിട്ട് എന്താക്കണം, ഒരു സാധനത്തിന് പേരാക്കി മറിക്കണം, നൗണാക്കണം. നേരത്തെ വസ്ഫായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ചിട്ടയുള്ള ഒരു അമൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിനോട് അഡ്രസ്സ് കൊടുക്കാൻ തരീഖത്ത് എന്ന് കൊടുക്കും. ചില മുബാലകത്തിന് വേണ്ടിയായിരിക്കും. ഈ ഇമ്മാഅത്ത് എന്നുള്ളത് എന്ത്, മുബാലകത്തിൻ്റെ താകാന്നാണ് പറഞ്ഞത്. എന്താ ഹുവല്ലദീ യഖൂലു ലികുല്ലി അഹദിൻ അന മഅക, ആരെന്ത് പറഞ്ഞിടത്തോളം നീ പറഞ്ഞത് തന്നെ ശരി, നിൻ്റെ കൂടെ ഞാനുള്ളത്, എല്ലാവരോടും പറഞ്ഞത്. ആദ്യത്തെ അഭിപ്രായമൊന്നുമില്ല, ഇതാകാൻ പറ്റൂല. അതാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തകൂനു ഇമ്മാത്താകാൻ പാടില്ലെന്ന് പറഞ്ഞു. തഖൂലൂന ഇൻ അഹ്സനന്നാസു അഹ്സന്നാ വഇൻ ളലമൂ ളലംനാ, ജനങ്ങൾ ഉപകാരം ചെയ്യുമെങ്കിൽ നമ്മൾ ഉപകാരം ചെയ്യും. ജനങ്ങളെന്താക്കും, നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഉപദ്രവിക്കും. ഇത് ശരിയല്ല, അതല്ലേ. പിന്നെന്താ വേണ്ടത്, വലാക്കിൻ ബത്തിനു അംഫുസക്കും ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ജനങ്ങൾ ഇഹ്സാൻ ചെയ്താൽ അങ്ങോട്ട് ഇഹ്സാൻ കൊടുക്കണം. വഇൻ അസാഉ, അങ്ങോട്ട് ഇവർ ഇങ്ങോട്ട് ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ അല്ലാ തദ്ലിമു, ദുൽമ ചെയ്യാതിരിക്കാനും പഠിപ്പിക്കണം. ഇഹ്സാൻ കൊണ്ട്, ദുൽമ ചെയ്താൽ ദുൽമ കൊണ്ട് തിരിച്ചടിക്കല്ല വേണ്ട, ദുൽമ ചെയ്യാതിരിക്കാനും നിങ്ങൾ നഫ്സിനെ ശീലിപ്പിക്കണം എന്നാണ് പറഞ്ഞു. റവാഹു തുർമദി വഹസ്സനഹു വൽ ഹാക്കിമു വസഹഹ ഇസ്നാദഹു. അപ്പോൾ ഹദീസ് എല്ലാം പോക്കുന്ന വെച്ചാലാവൂല. ഇനി അവിടെ വെക്കാം അല്ലേ. എങ്ങനെയാ തക്കതായ കൊടുക്കാന്നുള്ള അങ്ങ് പ്രതികാരം എടുത്തോണ്ടെന്നുണ്ടോ, അതൊരു ജവാസ് മാത്രമല്ലേ. പക്ഷെ അളന്ന് മുറിച്ച് കൊടുക്കാൻ കഴിയോ. ഫൈനാക്കബത്തും നീ കിട്ടിയ കണക്കനുസരിച്ചിട്ടുണ്ട്. കുറച്ച് ഏറിയ നീ നാലിമയില്ലേ, അങ്ങനെ അളന്ന് മുറിച്ച് കൊടുക്കാനായിരിക്കാൻ കഴിയാം. അതിനപ്പുറം എന്താ പറഞ്ഞത്, വൈൻ സബർത്തും ലഹുവ ഖൈറുല്ലി സാബിരീൻ, അതാ തരീഖത്ത്.
ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും എല്ലാം അടങ്ങി ഒറ്റായത്തല്ലേ. ഫൈൻ ആഖിബത്തും ഫആഖിബു ബിമിസ്ലി മാ ഊഖിബത്തും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. ഏതാ ശരീഅത്ത്? ശരീഅത്ത് എന്നാണ് പെണ്ണട്ട ശരീഅത്തെന്നല്ല. ശരീഅത്തിന് ലാഹിറുള്ള ഹക്കാമിൽ എന്താക്കും, നമ്മളെ നഫ്സിന് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ വരും. തല്ലിന് തല്ല്, അടിക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതികാര ചിന്താഗതി മനുഷ്യർക്ക് ഒരു തബിയത്തുണ്ട്. ആ തബിയത്തിനെ ചിലപ്പോൾ അനുകൂലിച്ച് പറയും, പക്ഷെ അതോടൊപ്പം തന്നെ അതിനെ തന്നെ അത് നിരോധിച്ചിട്ടുണ്ടാവും. അതാണ് വഇൻ ആഖബത്തും, നിങ്ങളൊരാൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഫആഖിബു, കൊടുത്തോ. പക്ഷെ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ എന്താണോ ഒരു നിബന്ധന, ബി മിസ്ലിമാ വഖിബത്തു, കിട്ടി കണക്കായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നീ എന്താക്കും, അങ്ങോട്ട് കൊടുത്തോനാവും. മറ്റു കോടതി വിധിച്ചിന് പോലും നീ അയാളെ രക്തം എന്താന്ന് ഒരു പീസ് മാംസം എടുക്കണമെന്നാലും വിധിച്ചേ അയക്കോ, പക്ഷെ ചോരടിക്കാൻ പാടില്ല, മുറി വെക്കാനും പാടില്ലെന്നു. അപ്പം എന്താ, ഈ അനുവാദത്തിന് ഇപ്പോഴത്തേക്ക് പിൻവലിച്ചിട്ടുണ്ട്. ബി മിസ്ലിമാ വഖിബത്തും ബിഹി. അടുത്തെന്ന് പറഞ്ഞ് വലഇൻ സബർതും, ക്ഷമിക്കുകയാണെങ്കിൽ. ആ ക്ഷമ എന്നുള്ള അഹ്വാലാണ് ഇത് തരീഖത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. നേത്തരം അഹ്വാല് അതാണ് ഏറ്റവും ഖൈറ് എന്ന് അവിടെ നിന്നൊക്കെ പ്രോത്സാഹനം കൊടുത്ത് അവിടെ പിൻവലിക്കലില്ല. എന്താ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ലഹുവ തൗക്കീദിൻ്റെ ലാം കൊടുത്തിട്ട് പറഞ്ഞാൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. ഈ സബർ എണ്ണ ഉണ്ടാക്കണ്ടിപ്പോൾ അത് ഹഖീഖത്താണ്. അത് അള്ളാൻ്റെ വക്കിൽ നിന്ന് വരണം, അള്ളാൻ്റെ ഹുലുക്കിൽ നിന്ന് വരണം. വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. ഹൗലും ഖുവ്വത്തും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, അത് ഹഖീഖത്താണ്.